ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സൺഡേ എന്താ ചെയ്യുന്നതെന്നൊരു കുഞ്ഞൊരു വീഡിയോ ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് സൺഡേ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഒരു വട്ട് ഒരു ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നായിരിക്കും ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു വട്ട് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ വർക്ക് ഏരിയ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുമായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്, ഒരു ചാൻസും കിട്ടിയത്. അപ്പോൾ രാവിലെ എണീറ്റ് വർക്ക് ഏരിയയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് കുറച്ച് പ്ലാസ്റ്റിക് ആവശ്യമായിട്ട് കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയൊക്കെ മാറ്റി ഉണക്കി ആ ജനലയുടെ മേലെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. അതാണെങ്കിൽ എപ്പോഴും ഈ ഓഫീസിലൊക്കെ രാവിലെയൊക്കെ പോകുമ്പോഴൊക്കെ ഒന്നും മാറ്റി വെക്കാൻ പറ്റാറില്ല. അപ്പോൾ ആകെ കിട്ടുന്നൊരു സൺഡേ ആണ്. ആ സൺഡേ ആണെങ്കിൽ ഞാനങ്ങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങ് ഇരിക്കും. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ മാറ്റി എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളും പിന്നെ കുട്ടികളുടെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണം വാട്ടർ ബോട്ടിൽസൊക്കെ ഞാൻ അവിടെ തന്നെയാണ് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത്. പിന്നെ അത്യാവശ്യം എപ്പോഴും നമ്മളുടെ യൂസ് ചെയ്യാൻ വേണ്ടി ഡേ ടു ഡേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഓരോ പാത്രങ്ങളും ഞാൻ അവിടെ തന്നെയാണ് ക്ലീൻ ചെയ്ത് മാറ്റി ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയായപ്പോൾ ഭയങ്കര സന്തോഷമായി, കുറച്ച് ടയേർഡുമായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ, രാവിലത്തെ ഒരു ചായ കുടിക്കുകയാണ്. എൻ്റെ മോളുടെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അവളുടെ ഒപ്പം ഇരുന്ന് ഞാൻ ചായ കുടിക്കുകയാണ്. ചായ എല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷ് ആയപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് ചിക്കൻ മേടിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല സൺഡേ എനിക്ക് ചിക്കൻ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാനൊരു പെപ്പർ ചിക്കൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. എല്ലാം വീണ്ടും അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്തൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലഞ്ചെല്ലാം ടേബിളിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് കറി, പിന്നെ ഒരു മെഴുക്ക് വരട്ടി, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ കുളിച്ച് റെഡിയായി ഒക്കെ ചെയ്തിട്ട് ഞാനും പയ്യെ കഴിക്കാനൊക്കെ പോയി. അപ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിക്കാൻ ഒത്തിരി ലേറ്റായിപ്പോയി. 3 o'clock ആയപ്പോഴാണ് കുളിച്ചതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കുടിച്ച് കഴിഞ്ഞിട്ട് ആ ഫിഷ് കറി എൻ്റെ മമ്മി എനിക്ക് കൊണ്ടുവന്ന് തന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് അത് തിന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളങ്ങനെയുള്ള കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മമാർ എന്തെങ്കിലും കറികളൊക്കെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകും. അപ്പോൾ അങ്ങനെ മീനൊക്കെ കഴിച്ചു, ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ച് പാത്രം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്വീറ്റ്സ് കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മമ്മി എനിക്ക് ഒരു ചോക്ലേറ്റും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി ഒന്ന് പുറത്തുനിന്ന് എവിടെയൊന്ന് ആരോ കൊണ്ടുവന്ന് തന്നാന്ന്, മമ്മിയുടെ ഫ്രണ്ട്സ് ആരോ കൊണ്ടുവന്നപ്പോൾ കൊടുത്താന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് പിള്ളേരൊക്കെ ഉറങ്ങിയ സമയം നോക്കി ഞാൻ ചോക്ലേറ്റ് തിന്ന് നോക്കി കേട്ടോ. ആദ്യത്തെ ബൈറ്റ് നല്ല ടേസ്റ്റായിരുന്നു, ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇച്ചിരി ഡീപ്പായിട്ട് കടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനു വെള്ളം പോലെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഭയങ്കര ആൽക്കഹോളിൻ്റെ ടേസ്റ്റ്, പക്ഷേ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തു, നല്ലതായിരുന്നു.